എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, പുറത്ത് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു മഴ ശല്യം നിങ്ങൾക്കുണ്ടായിരിക്കും. എൻ്റെ മൈക്ക് അത്ര വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ പ്രശ്നമുണ്ട്. എന്തായാലും ഞാൻ ഈ സംസാരിക്കുന്ന തുടക്കം തന്നെ നിങ്ങൾക്ക് സൈഡിൽ ഒരു പോസ്റ്റ് കാണാൻ കഴിയും. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: സാമ്പത്തിക കുടിശ്ശിക ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ ലഭ്യതയെ പോലും ബാധിക്കുന്നു. ശസ്ത്രക്രിയ വൈകാൻ പോലും കാരണമാകുന്നു. മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ളത് 476 കോടി രൂപ. ഇത് പറഞ്ഞിരിക്കുന്നത് ഇത്തവണത്തെ ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയുന്ന പോലെ ഒരു ഹണിമൂൺ പീരീഡ് പോലും കഴിഞ്ഞിട്ടില്ലാത്ത ഇപ്പോഴത്തെ ഗവൺമെന്റ്, UDF ഗവൺമെന്റിന്റെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറയുന്ന വാക്ക് കാണാം. ഇദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളത് കൊറോണ സമയത്ത് ചൂട് കൂടിയാൽ കൊറോണയുടെ അണുക്കൾ മരിച്ചു പോകും എന്ന് പറയുന്ന വിഖ്യാതമായ സയന്റിഫിക് സ്റ്റഡി വർത്തമാനത്തോട് കൂടിയിട്ടാണ് ഇദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളത്. ഞാൻ പറഞ്ഞു വെക്കുന്നത് അത്തരം പരിഹാസ വാക്കുകളൊന്നുമല്ല. നിങ്ങൾ കഴിഞ്ഞ 10 വർഷത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നോക്കൂ, കഴിഞ്ഞ 5 വർഷം ലാസ്റ്റ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷം ആരായിരുന്നു? വീണ ജോർജ് ആയിരുന്നു നമ്മുടെ ആരോഗ്യമന്ത്രി. അതിനു മുമ്പ് നമ്മുടെ ശൈലജ ടീച്ചർ ആയിരുന്നു ആരോഗ്യമന്ത്രി. നമുക്ക് ശൈലജ ടീച്ചറിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടോ? ഇത്ര കടമുണ്ട്, ആ കടം വീട്ടാൻ എന്ത് ചെയ്യും, ഓപ്പറേഷൻ പോലും ഇതിന്റെ കാരണം കൊണ്ട് വൈകുന്നു എന്നീ പറയുന്ന വർത്തമാനങ്ങൾ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ തവണ എപ്പോഴെങ്കിലും ശൈലജ ടീച്ചർ നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടോ? നോക്കൂ, ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് കേരളത്തെ ഏറ്റവും കൂടുതൽ ഗംഭീരമായിട്ട് ഭീകരമായി ബാധിച്ച കുറെ അസുഖങ്ങളുണ്ടായത്. അതിൽ ഏറ്റവും വലുത് നിപ എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു. കോഴിക്കോടാണ് ഉണ്ടായത്. സഡൻ ആയിട്ടാണ് ആരോഗ്യമന്ത്രി പ്രവർത്തിച്ചത്. അത് ബാധിച്ച ആ ഒരു മനുഷ്യൻ ഏതൊക്കെ വഴിയിലൂടെ പോയി, ഏതൊക്കെ ബസ്സിൽ കയറി, എവിടൊക്കെ സഞ്ചരിച്ചു, അദ്ദേഹം പോയ റൂട്ട് മാപ്പടക്കം വിത്തിൻ ഹവേഴ്സിനുള്ളിൽ കണ്ടെത്തുകയും അത് പൊതുജനസമക്ഷം അത് പ്രദർശിപ്പിക്കുകയും ഈ വഴിയിൽ ഈ സമയത്ത് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ക്വാറന്റൈനിലേക്ക് പോകണമെന്നും ആവശ്യപ്പെടുകയും വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യ സംവിധാനങ്ങളെല്ലാം ദ്രുതഗതിയിലാക്കുക ചെയ്തത് ശൈലജ ടീച്ചറായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് കുറെ ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഒരാൾ നമ്മൾ വിട്ടുപോയി. പിന്നീട് ആ വീട്ടുകാർക്ക് പോലും ജനങ്ങൾ ആരും അവരെ അടുത്തേക്ക് എത്തുന്നില്ല എന്നുള്ള വിഷയമൊക്കെ വന്ന സമയത്ത് നിപ്പ അങ്ങനെ പകരുന്നൊരു അസുഖമാണ് എങ്കിൽ ഇപ്പോഴത് തീർന്നു പോയിരിക്കുന്നു. അവരെ ആലിംഗനം ചെയ്തുകൊണ്ടോ അവരോടൊപ്പം പഠിച്ചതുകൊണ്ടോ അവരൊപ്പം നടന്നുകൊണ്ടോ ഒരു പ്രശ്നമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി അവരെ പോയിട്ട് ആലിംഗനം ചെയ്യുന്നൊരു ദൃശ്യം പോലും നമ്മൾ കണ്ടിരുന്നു എന്നർത്ഥം. ഞാൻ പറയുന്നത്, ഒരു അതിഭീകരമായ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്തും ഒരു നിമിഷം പോലും പാനിക് ആവാതെ, ഞങ്ങൾ അതിൽ പൈസ ഇല്ല എന്നുള്ള പരിദേവനങ്ങളില്ലാതെ, നമ്മളിനി എന്ത് ചെയ്യും എന്നുള്ള വേവലാതികൾ നാട്ടുകാരോട് പറഞ്ഞു വെക്കാതെ കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ട് മുന്നോട്ട് പോയ ഒരു ആരോഗ്യമന്ത്രിയുടെ പേരാണ് ശൈലജ ടീച്ചർ എന്ന് പറയുന്നത്. ഇനി അതവിടെ കിടക്കട്ടെ. ആ സമയത്ത് തന്നെയാണ് നമ്മളൊക്കെ പിടിച്ചു കുലുക്കിയ, ഒരുപക്ഷെ ലോകം മുഴുവൻ ക്വാറന്റൈനിലേക്ക് പോകേണ്ടി വന്ന കൊറോണ ഉണ്ടായത്. ഈ കൊറോണ സമയത്ത് പോലും എത്ര കൃത്യമായിട്ടാണ്, എത്ര വൃത്തിയായിട്ടാണ്, എത്ര സയന്റിഫിക് ആയിട്ടാണ് ഇടപെട്ടത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ മറ്റു ചെലവുകളിലേക്ക് എടുക്കേണ്ട പണം പോലും ഒരുപക്ഷെ അന്ന് ആരോഗ്യ സംവിധാനത്തിലേക്ക് മാറ്റിവെക്കേണ്ട ഗതികേട് വന്നിരിക്കും. അപ്പോൾ പോലും ഞങ്ങൾക്ക് ഇത്രത്തോളം പ്രശ്നമുണ്ട്, ആളുകൾ കൂടുകയാണ്, എവിടെയാണ് ഇവരൊക്കെ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യുക, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സ്ഥലമില്ലല്ലോ എന്നീ പരിദേവനങ്ങൾക്കോ എന്നീ സങ്കടം പറച്ചിലിനോ നിന്നില്ല നമ്മുടെ ശൈലജ ടീച്ചർ. അതിന് പകരമായിട്ട് അവർ ഏതൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഈ സമയത്ത് ഗവൺമെന്റിന് കിട്ടുമെന്നും അത്തരം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെല്ലാം ഒരുപക്ഷെ അടഞ്ഞു കിടക്കുന്ന എന്തൊക്കെ തുറസായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടോ അതെല്ലാം ഈ ക്വാറന്റൈൻ സെന്റേഴ്സാക്കി മാറ്റാൻ വേണ്ടിയിട്ട് യുവാക്കളോട് ആവശ്യപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് DYFIയും ഇവിടുത്തെ SFIയും ഇവിടുത്തെ കോൺഗ്രസിന്റെയും ലീഗിന്റെ ഒക്കെ യുവജന സംഘടനകളും നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് അത്തരം സെന്റേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുകയും അവിടെ അത്തരം രോഗികളെ ശുശ്രൂഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് നമ്മുടെ മുമ്പിൽ കണ്ടൊരു കാഴ്ചയാണ്. അതിന്റെ ചെലവുകളെ കുറിച്ചിട്ട് ഈ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് കരയുന്ന ഒരു ആരോഗ്യമന്ത്രി നമ്മൾ കണ്ടിട്ടില്ല. അതൊരു നല്ല ആരോഗ്യമന്ത്രി അല്ലെന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞു വയ്ക്കാം. ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് നായകൻ എന്ന് പറയുന്ന സ്മിത്ത് എന്ന് പറയുന്ന ക്യാപ്റ്റനായിരുന്നു. ഇത് മുങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് അദ്ദേഹത്തിന് അറിയാം.
അദ്ദേഹം ഒരിക്കലും ആളുകളുടെ മുമ്പിൽ വന്ന് കരയാനല്ല നിന്നത്. ബ്രേവായിരിക്കാൻ, ധൈര്യമായിരിക്കാൻ, നമ്മൾ നമ്മുടെ അഭിമാനം കാക്കണമെന്ന് പറയാൻ, കുട്ടികളും സ്ത്രീകളും ആദ്യം രക്ഷപ്പെടട്ടെ എന്ന് പറയാനൊക്കെ ആയിരുന്നു അദ്ദേഹം വന്നത്. അല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കരയുന്ന രീതിക്കെന്നല്ല. അതൊരു നല്ല ക്യാപ്റ്റന്റെ, ഒരു നല്ല ലീഡറുടെ സ്വഭാവ ഗുണമല്ല എന്നുള്ളതാണ്. എപ്പോഴും വന്ന് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുക, എല്ലാം കഴിഞ്ഞ ഗവൺമെന്റ് കൊണ്ടുപോയി, കഴിഞ്ഞ ഗവൺമെന്റ് നശിപ്പിച്ചു. ഒരു പക്ഷേ കഴിഞ്ഞ ഗവൺമെന്റ് നശിപ്പിച്ചു എന്ന രീതിയിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അധികാരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ ഗവൺമെന്റ് മാത്രമാണ്. ഉമ്മൻചാണ്ടി അത്രയേറെ കടം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇവിടുന്ന് പോവുകയും ആ കടം വീട്ടാൻ വേണ്ടി മാത്രമാണ് കയറിയത്. എന്നാൽ പരാതി പറയാനാണ് വരുന്നത്. എത്ര പെട്ടെന്നാണ് കുടിശ്ശിക കൊടുത്തു തീർത്തത്. അതും വയോവൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് കിട്ടേണ്ട പെൻഷൻ തുക, മാസങ്ങളോളം മുടങ്ങി കിടക്കുന്ന പെൻഷൻ തുക ഒറ്റ അടിക്ക് കൊടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ ഗവൺമെന്റ് തുടക്കം കുറിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ കഴിഞ്ഞ ഗവൺമെന്റ് 10 വർഷത്തെ ഗവൺമെന്റ് പുറത്തിറങ്ങി പോകുന്നവരെ ഒരാൾ പോലും ഖജനാവിൽ പണമില്ല എന്ന് പറഞ്ഞ രീതിയിൽ പരാതി പറഞ്ഞിട്ടില്ല. അത്ര സങ്കടം പറച്ചിൽ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇവർ തുടങ്ങിയിട്ട് ഇവരെ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും പരാതികളാണ്, സങ്കടം പറച്ചിലാണ്. എന്താണ് ഇതിന്റെ പുറകിൽ എന്നുള്ളതാണ് നമ്മളൊക്കെ ആലോചിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു പൊതു സംവിധാനം, ഈ പൊതു ആരോഗ്യ സംവിധാനം എങ്ങനെയാണ് തകർക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് തകർക്കേണ്ടതെന്ന് കൃത്യമായിട്ടും പഠനം നടത്തിയതിനു ശേഷമായിട്ടുള്ള വർത്തമാനങ്ങളാണോ ഇടപെടലുകളാണോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി സംശയിക്കേണ്ടത്. നോക്കൂ, ഒരു പോസ്റ്റർ ഇപ്പോൾ എൻ്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അത് ഇങ്ങനെയാണ്. വീണ ജോർജിൻ്റെ ഒരു പോസ്റ്റാണ്. വീണ ജോർജ് ഉണ്ടല്ല, അവരെ വെച്ചുകൊണ്ട് ഇറക്കിയ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു പോസ്റ്റാണ്. ഇതിൽ അന്ന് വർഷത്തിൽ 1, ഇന്ന് ദിവസം 10, അതായത് അന്ന് വർഷത്തിൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ആയിരുന്നു ഹോസ്പിറ്റലുകളിൽ നടക്കുന്നെങ്കിൽ ഇന്ന് ദിവസം 10 വീതം നടക്കുന്നത്. അത്രയേറെ ഇവർ വന്ന് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും താറുമാറാവുകയാണ് നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത്. ഈ പൊതു ആരോഗ്യ സംവിധാനം തകരാറാവുമ്പോൾ തീർച്ചയായിട്ടും ഞാനും നിങ്ങളടക്കമുള്ള ആളുകൾ ഈ പൊതു ആരോഗ്യ സംവിധാനത്തിലേക്കല്ല പോവുക, നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ് നമ്മളൊരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടുക. അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഒരു രക്ഷയ്ക്ക് വേണ്ടി തേടി പോകുമ്പോൾ ഇവിടെയുള്ള സംവിധാനം തകർന്ന് തരിപ്പണമായി പോവുകയും അവർക്ക് പൈസ കൂടുതൽ കിട്ടുന്ന പരിപാടിയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും LDF ഒഴികെ ഇവിടെയുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ കോടികൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കോടികൾ വാങ്ങിച്ചവരിൽ 1ാം സ്ഥാനത്തുള്ള BJP ആണെങ്കിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. അങ്ങനെ കോടികൾ ഇവർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവർ തിരിച്ച് പ്രത്യുപകാരം ചെയ്തേ ഒക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ആ പ്രത്യുപകാരം? ആ പ്രത്യുപകാരം എന്ന് പറയുന്നത് അവരെ മരുന്ന് വിൽക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടക്കില്ല, അത് നടക്കുക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ്. അപ്പോൾ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇവരെ മരുന്നുകൾ വിൽപ്പനയും മറ്റും നടക്കണമെങ്കിൽ, ഇവരുടെ പണി കൃത്യമായിട്ട് നടക്കണമെങ്കിൽ, ഇവർക്ക് ബിസിനസ് നടക്കണമെങ്കിൽ ഈ പൊതു സംവിധാനം തകരണം എന്നുള്ളതാണ്. അത് തകർക്കാൻ വേണ്ടിയിട്ടാണോ ഈ നടക്കുന്ന കരച്ചിലുകൾ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ വേറെ എങ്ങുമില്ലാത്ത കരച്ചിലുകൾ. ഇതേപോലെ മനസ്സിലാക്കേണ്ടത് ആരോഗ്യമാരെ ഇതുപോലെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപക്ഷെ മുരളീധരൻ എന്ന് പറയുന്ന മനുഷ്യൻ അത്തരം പ്രതിസന്ധികളുടെ മുമ്പിലേക്ക് എത്തിയിട്ടേയില്ല. ശൈല ടീച്ചറൊന്നും ഫേസ് ചെയ്ത പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു പ്രതിസന്ധിയുടെ ഒരു തരിമ്പ് പോലും, ഒരു മുനമ്പിലേക്ക് പോലും മുരളീധരൻ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി എത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോഴേ കരച്ചിലുകളാണ്. ഇങ്ങനെ കൊടുക്കാനുള്ള തുക കൊടുക്കണമെന്നേ, അത് ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നേ, അതെങ്ങനെ സമ്പത്ത് ഉണ്ടാക്കണമെന്നും എങ്ങനെയാണത് കൊടുത്തു തീർക്കാന്നുള്ള ഐഡിയാസ് ഉണ്ടാക്കണമെന്നേ. അല്ലാതെ നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തകർ എന്ന പേരും പറഞ്ഞ് ഒരു മന്ത്രിമാരെന്ന് പറയുന്ന ആ ഒരു കസേരയും ആസനത്തിൽ താങ്ങി എന്തിനാണ് കുത്തിരിക്കുന്നത്? ഇറങ്ങി പോകണ്ടേ? അതല്ലേ വേണ്ടത്? ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളും ഇവിടെയുള്ള ഓരോരോ ആരോഗ്യമന്ത്രിമാരും നേരിട്ടുണ്ട്. അന്നൊന്നും അവരാരും ദാരിദ്ര്യം പറഞ്ഞിട്ടില്ലെന്നേ. ജനങ്ങളോട് ദാരിദ്ര്യം പറയുന്നത് നിർത്തണം എന്നുള്ളതാണ് ഒരു നല്ല നേതാവ് ആദ്യം ചെയ്യേണ്ടത്. അതാണ് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുക. കേരളത്തെ നമ്പർ 1 എന്ന നിലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എത്രയോ വർഷത്തെ കഷ്ടപ്പാടിനിടയ്ക്ക് നമ്മുടെ ഈ ഒരു പിണറായി വിജയൻ ഗവൺമെന്റ് മാത്രമല്ല, ഇതിനു മുമ്പുള്ള ഗവൺമെന്റ്, ഇതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ ഒരു ഉത്തുംഗ ശൃംഖത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന പരിപാടി ചെയ്തത് പിണറായി വിജയൻ ഗവൺമെന്റാണ്. അത് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും കേരളം നമ്പർ 1 ആണ് ആരോഗ്യ മേഖലയിൽ എന്ന് പറയുന്ന ആ ഒരു പരിപാടി തകർക്കപ്പെടുമോ എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു വലിയ കൺഫ്യൂഷൻ കേട്ടോ. എന്തായാലും
ഒട്ടുമിക്ക മന്ത്രിമാർക്കും ഒന്നിനും കഴിയില്ലെന്ന് ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം തികയുന്ന മുമ്പ് തന്നെ ചാനലുകളൊക്കെ പറയുന്ന പോലെ ഹണിമൂൺ പീരീഡ് കഴിയുന്ന മുമ്പ് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവരെ കൊണ്ട് ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ആന കയറുന്നുണ്ട്, ആന കയറുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട് എന്നൊരു സങ്കടം പറഞ്ഞ സമയത്ത് ഒരാൾ പറഞ്ഞത് ആനയ്ക്ക് അറിയില്ലല്ലോ മന്ത്രിസഭ മാറിപ്പോയത് എന്നുള്ളതാണ്. എന്തൊരു പരിഹാസമാണ്! ആരെ മുഖത്ത് നോക്കിയിട്ടാണ് ഈ പരിഹാസ വർത്തമാനങ്ങൾ പറയുന്നതെന്നെങ്കിലും ഇവര് മനസ്സിലാക്കണ്ടേ എന്നുള്ളതാണ്. എന്തായാലും സുഹൃത്തുക്കളെ, ബൈ.